തിരുവനന്തപുരത്തും കോർപ്പറേഷനിൽ വലിയ പരാജയമാണ് LDF സംവിധാനത്തിന് നേരിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ദേശീയതലത്തിൽ തന്നെ ചർച്ചയായ ഒരു വിജയമാണ് BJP നേടുന്ന പശ്ചാത്തലമുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ചില പാർട്ടി നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, മേയർ ആര്യ ഉൾപ്പെട്ട ഒരു ഡ്രൈവറുമായുള്ള തർക്കത്തിൻ്റെ കേസുണ്ട്. അത് അവർക്ക് വലിയ പേരുദോഷമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ ഡ്രൈവർ യദു മേയർക്കെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തന്നോട് ചെയ്ത ക്രൂരതകൾക്ക് ഇപ്പോൾ ആര്യ അനുഭവിക്കുന്നുവെന്നാണ് ഡ്രൈവർ യദുവിൻ്റെ പക്ഷം. തൊഴിലാളി ദിനത്തിൽ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിട്ടു. എന്നാൽ മേയർക്കെതിരായ വിമർശനങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും യദു തുറന്നു പറയുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ LDFന് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മേയർക്കെതിരെ പരാതി നൽകിയ KSRTC ഡ്രൈവർ യദു എന്നോടൊപ്പം ചേരുന്നത്. യദു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയാണ് LDFനുണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയരുന്നു. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ വിമർശനത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ ഉപജീവന മാർഗവും ഞാൻ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്നതാണ് KSRTC. ഒരു കാരണം ആ ജോലി പോയി കിട്ടി. പിന്നെ അതും ഒരു നമ്മുടെ തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് ആ സംഭവം നടക്കുന്നത്. തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് എന്നെ അന്ന് പറഞ്ഞിവിടെയാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ പാവങ്ങളുടെ മെക്കെട്ട് കയറുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈ ഇതിന്റെ സംഭവത്തിന് ശേഷം നിങ്ങളെ ആരെങ്കിലും ബന്ധപ്പെട്ട ഈ ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട്? ഇല്ല, ആരും ബന്ധപ്പെട്ടൊന്നുമില്ല. ആരും ബന്ധപ്പെട്ടില്ല. എല്ലാവരും പറയുന്നത് പരാതി കൊടുത്ത് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇത്രയും വേണ്ടിയിരുന്നില്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൈന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അനുഭവപ്പെട്ടതും അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതും എല്ലാം കൂടെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി ആര്യക്കെതിരെ BJPയും കോൺഗ്രസും ഒക്കെ വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കി മാറ്റിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലടക്കം. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അവര് പ്രചരണമായിട്ട് എടുത്തത് എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ല. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ട് കോടതി വഴി നീതി നേടിക്കൊള്ളാനാണ് ആര്യ പറഞ്ഞത്. ഇപ്പൊ ആ കുറ്റപത്രത്തിൽ അവരുടെ പേരില്ല. അത് അടുത്ത പരാതി കൊടുത്തല്ലോ, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കോടതിയിൽ കൊടുത്തായിരുന്നു. അതിനെന്താണ് നടപടി? അതിൽ നടപടി 20-ാം തീയതി മൊഴി കൊടുക്കണം. ഈ വരുന്ന 20. അവര് പോലീസ് പറയുന്നത് ബസ്സിൽ ഉള്ള യാത്രക്കാരിൽ ചിലരടക്കം പറഞ്ഞത് അങ്ങനെ അസഭ്യം പറഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നാണ്. തെളിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ ആ കംപ്ലൈന്റ് അല്ലാതെ രണ്ടാമതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഞാൻ കൊടുത്തു. അതൊരു ചാനലിൽ വന്നിട്ടില്ല. അതിൽ 6 പ്രതികളുണ്ട്. കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, ഈ അസഭ്യം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ അതിനും എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അങ്ങനെ ആംഗ്യം കാണിക്കുന്നതിന് തെളിവുണ്ടായിരുന്ന? അസഭ്യം പറയണ തെളിവില്ല. അപ്പൊ ആംഗ്യം കാണിക്കുന്ന തെളിവ് എവിടെയാണ്? ആംഗ്യം കാണിക്കണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ആംഗ്യം കാണിക്കുന്നതിന് തെളിവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം കോടതിയിൽ നിന്ന് വരുമെന്നാണ്? ഇവർക്ക് ഇപ്പൊ അങ്ങനെ 1-2 പ്രതികളെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ അതിൽ വലിയ വിഷയമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ്? നിയമപരമായിട്ട് തുടരാൻ തന്നെയാണ് കാര്യം. പിന്നെ എന്നെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ പറയണതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല.